ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പം എൻ്റെ അമ്മച്ചിക്ക് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരും കേട്ടോ. പക്ഷെ അമ്മച്ചി അല്ല പറയുന്നത്, അമ്മച്ചിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അമ്മ കുറേ ദിവസമായിരുന്നു എന്നോട് പറയാൻ തുടങ്ങിയിട്ട്, മോനെ ഈ ഒരു കാര്യം ഒന്ന് പറയണം കേട്ടോ, നീ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ അത് മറന്നു പോകരുത്, എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കും. അപ്പം ഇന്നിപ്പോൾ അമ്മച്ചി ഒന്ന് എഴുന്നേറ്റൊക്കെ ഇരുത്തി മേലൊക്കെ ഒന്ന് കഴിയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചീനെയും കൂടെ കൂട്ടിയിരുത്തി അങ്ങ് പറയിപ്പിച്ചേക്കാന്ന്. എല്ലാവരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് അമ്മച്ചിയുടെ വിശേഷമൊക്കെ തിരക്കാറുണ്ട്. അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, സുഖമായിട്ടിരിക്കുന്നോ? പക്ഷെ അമ്മച്ചിക്ക് മേലാഴിക തന്നെയാണ് കേട്ടോ. പക്ഷെ ക്ഷീണമൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും നമ്മൾ കാര്യമില്ല. എന്നാലും ഞാൻ കിടത്തത്തില്ല, എപ്പോഴും അമ്മച്ചീനെ ഒന്ന് ഏൽപ്പിച്ച് നടത്തുകയും പിറക്കുകയും കൊണ്ടുവന്ന് ഇരുത്തുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ കിടന്നു പോയാൽ അങ്ങ് കിടന്നു പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ അമ്മച്ചി എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുക്കൽ അമ്മച്ചീനെയും കൊണ്ട് ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം. എപ്പോഴും എത്ര മേലാതെ കിടന്നാലും ഒരു ഇച്ചിരി ഒരു അവശതയിലൊക്കെ കിടക്കും, മിണ്ടാതെയൊക്കെ കിടക്കൂല. അപ്പൊ അമ്മ ഇപ്പം ചിലപ്പം രാത്രിയാണോ പകലാണോ എന്നൊന്നും ചിലപ്പോൾ അമ്മച്ചിക്ക് അറിയത്തില്ലാതെ വരും. എന്നാലും എന്നോട് ചോദിക്കും, ഇങ്ങനെ 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 കൈ പിടിച്ചിട്ട് ചോദിക്കും. അതാ ചോദിക്കുന്നതിൻ്റെയൊക്കെ കാര്യം എനിക്കും അറിയാം, എൻ്റെ താത്തൂനും അറിയാം. നിങ്ങൾ വീഡിയോ ഇട്ടോന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മച്ചി എന്നെ ഇപ്പോഴും പറയുവേ, പറ്റുന്ന ഒരു സമയത്ത് പറയും, മോനെ നിനക്ക് നിൻ്റെതായ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോ കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും കിട്ടിയാൽ നിനക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ നിനക്ക് ഇരിക്കാവല്ലോ, അല്ലെ നിൻ്റെതായ ആവശ്യങ്ങൾ നടക്കുമല്ലോ. ഇതുള്ള സത്യം കേട്ടോ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പറയും, എൻ്റെ വയ്യാഴിയ മേലാഴിയൊക്കെ അത് എൻ്റെ കൂടെ തന്നെ ഇരിക്കും. അപ്പം നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോണമെന്ന് പറയും. അപ്പം എൻ്റെ താത്തൂവിനോടും ഇത് തന്നെ അമ്മച്ചി പറയും, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാ, അങ്ങനെ അവനവൻ്റെ വേർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാ എന്നെല്ലാം അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഇത്രയും വയ്യാഴി ആയ പിന്നെയാണ് അമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാത്തതും ജോലി ചെയ്യാൻ കയറാത്തതും ഒക്കെ അമ്മച്ചി. അതുവരെ അമ്മച്ചി നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ഇരുന്ന ഒരാളാ, അല്ല അമ്മച്ചി? അപ്പൊ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ എൻ്റെ അമ്മച്ചിയുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അമ്മച്ചീനെ എല്ലാവരും തിരക്കിയിരുന്നു. അപ്പൊ ഇത്രയും ഒരു ഇതിൽ ഇരിക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് അമ്മച്ചീനെ കാണിക്കാം, പിന്നെ അമ്മച്ചിക്ക് പറയാനുള്ള ഈ കാര്യവും നിങ്ങളുടെ അടുക്കൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്, ജോത്സ്യപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ അച്ഛൻ്റെ കൂടെ നിന്നാന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ആണും പെണ്ണുമായിട്ട് ഒറ്റ ഒരാളായിരുന്നു, അല്ലേ അമ്മേ? അമ്മ ഒറ്റ ഒരാളാ. പക്ഷെ അമ്മ ആ കൂടെ നിന്നൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അമ്മച്ചി ചുമ്മാ ഈ ഉപ്പും മുളകും അതിനെ കടുവും ഒക്കെ കൂടെ ഓതിയൊക്കെ ഇടുന്ന ഒരു പരിപാടിയല്ലേ അമ്മച്ചിക്ക് അറിയത്തുള്ളൂ. തലയ്ക്ക് ഒഴിഞ്ഞിങ്ങനെ ഓതിയിടും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മച്ചിക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് പോണക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ ഒന്നും മെനക്കെട്ടിട്ടില്ല. അമ്മയോട്ട് ചെയ്തിട്ടുമില്ല, എൻ്റെ അച്ചാച്ചനോട്ട് സമ്മതിച്ചിട്ടുമില്ല. ഇങ്ങനെയൊന്നും പറയുന്ന അച്ചാച്ചന് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പം അച്ഛൻ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ആ കൂടെ നിന്ന് പഠിക്കുകയും പിറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം എന്നും എന്നോട് ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അമ്മ ഇതൊന്ന് ചെയ്യുക, ഇതൊന്ന് പറയുക, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന്, അല്ലേ അമ്മച്ചി? ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ അമ്മയുടെയൊക്കെ കാലത്തായിരുന്നല്ലേ അമ്മേ? പറയും, എന്നാ ഒടുവിത്തിയുണ്ട്, ഒരാള് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ചെയ്ത് അത് മറികടന്നിട്ടുണ്ട്, പിന്നെ അവൻ്റെ കാര്യം പോക്ക, പിന്നെ അവരെ നോക്കണ്ട, അങ്ങനെ അതിന് ഒടുവിത്തിയെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഓരോരുത്തരും കൊണ്ടും കൂടോത്രവും, ആരും നന്നാകുന്നത് ഇഷ്ടമല്ല, നശിച്ച് നാറാണക്കല്ല് പോടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യും. അല്ലെങ്കിൽ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പരിപാടികൾ ഓരോരുത്തർ ചെയ്തു വെക്കും. ഈ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും അമ്മയുടെ അച്ഛനെ കാണാൻ വേണ്ടി വരുമായിരുന്നു പറഞ്ഞു. അപ്പൊ അമ്മയുടെ അച്ഛൻ കാശൊന്നും മേടിക്കലായിരുന്നല്ലോ ആരോടും, എല്ലാം ചുമ്മാതെയല്ലേ ചെയ്തു കൊടുത്തോണ്ടിരുന്നേ. എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന കണക്ക് വല്ല നരബലിയോ അങ്ങനത്തെ കച്ചേരികളോ ആർക്കും ദോഷം വരുന്ന ഒന്നും അച്ഛൻ ചെയ്യത്തില്ലായിരുന്നു, അല്ലേ? അപ്പം ഞാൻ അവിടെ വന്നുകൊണ്ട് എനിക്കറിയാം, അച്ഛനെല്ലാം ചെറിയ ചെറിയ മാർഗത്തിലൂടെ വലിയ വലിയ കാര്യങ്ങൾ വരുന്നവർക്ക് സാധിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം മറ്റൊന്നുമല്ല, നിങ്ങളുടെ കുടുംബത്തെ എന്ത് പ്രശ്നമായിക്കോട്ടെ, കടബാധ്യത ആയിക്കോട്ടെ, ആരെങ്കിലും നിങ്ങൾ നശിച്ച് നാറാണക്കല്ല് പിടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ, അല്ലെ കൊണ്ടും കൂടോത്രമായിക്കോട്ടെ, എന്ത് കുടുംബ പ്രശ്നം, അതായത് കുടുംബത്തിൽ നിങ്ങൾ തമ്മി തല്ലി ആലോക്യപ്പെട്ട് പിരിഞ്ഞു പോകാനായിക്കോട്ടെ, അതെല്ലാത്തിനും കൂടെ അച്ഛൻ ഒറ്റ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലേ? അത് വന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതേറ്റില്ലെങ്കിൽ മാത്രമാണ് അച്ഛൻ ഇത് ചെയ്തു കൊടുത്തോണ്ടിരുന്നത്, അല്ലേ അമ്മച്ചി?
അപ്പൊ അവര് വരുമ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് വരുന്ന സമയത്ത് ഈ 3 ഐറ്റം സാധനം ആ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലം ഉണ്ടാകത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലേ അമ്മേ? അത് മറ്റൊന്നുമല്ല. നമ്മൾ പണ്ട് ഇന്നത്തെ കാലത്ത് ആരും ഇതൊന്നും ചെയ്യത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അരി അടുപ്പയിലിടുന്ന സമയത്ത്, അന്നെന്നൊക്കെ പറഞ്ഞാൽ ദാരിദ്ര്യവും പഞ്ഞവും പരിവട്ടവും ഒക്കെ ഒരുപാടുള്ള കാലഘട്ടങ്ങളാണ്. അപ്പൊ ഈ അരി അടുപ്പയിലിടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇടുന്ന അരിക്കകത്തുനിന്ന് ഒരു പിടി അരി എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കും, ഇല്ല അമ്മച്ചി? അതിന് പിടിയരി എന്ന് പറയും. അപ്പോൾ 1 നേരം 2 നേരം ഒക്കെ ഇല്ല വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കഞ്ഞി വെക്കുകയും ചെയ്യാം. അപ്പം ആ പിടിയരി ഉണ്ടായിരിക്കണം. വീട്ടിൽ കല്ലുപ്പ്, പിന്നെ കടുകല്ലേ അമ്മേ? കടുക്. ഈ 3 കൂട്ടം സാധനം ഇവര് പറയാതെ, ഇന്നത്തെ നമുക്ക് ഫോൺ സൗകര്യം മറ്റു കാര്യമൊന്നുമില്ല, അച്ഛനെ കാണാനായിട്ട് യാദൃശ്യമായിട്ടല്ലേ ഇങ്ങനെ ആൾക്കാർ വരുന്നത്. ഇവര് വരുന്ന സമയത്ത് അച്ഛൻ വീട്ടിലുണ്ടായിരിക്കുകയും ചെയ്യണം. ഈ 3 കൂട്ടം സാധനം വീട്ടിലുണ്ടാകണം ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. അവർ വന്ന് അതിന് മുമ്പ് വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞ് ചെറിയ കാര്യം പറഞ്ഞെടുത്തിട്ട് ഫലിച്ചില്ലെങ്കിൽ മാത്രമാണ് അച്ഛൻ ഇത് അറ്റ കൈ എന്നതുപോണക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവര് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അവർ നടന്നില്ല എന്ന് പറയും. അപ്പൊ നടന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറയും, അന്നേരം അച്ഛൻ കയറി ചെന്നുവെച്ചിട്ട് പിടിയരി പാത്രത്തിൽ ആദ്യമേ നോക്കും. പിടിയരി ഉണ്ടെങ്കിൽ ആ പിടിയരിക്കകത്ത് മിക്കവാറും അന്ന് ഓട്ടണ, കാലണ, അരയണ അല്ലേ, ഓട്ടണയൊക്കെ. അപ്പൊ അത് അങ്ങനെ ഈ പിടിയരിയിൽ അച്ഛൻ ഇട്ടും വെച്ചേക്കും. അപ്പൊ ഇതൊന്നും നോക്കത്തില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ വാരിയെടുക്കും. എന്നിട്ട് നല്ലൊരു തിരശീല തുണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അറിയാമല്ലോ, വെള്ള കളർ തുണി, അതിൻ്റെ അകത്തോട്ട് വെക്കും. അതുപോലെ തന്നെ ഉപ്പുകല്ലും ഒരു പിടിയല്ലേ, ഉപ്പുകല്ലും ഇങ്ങനെ ഒരു പിടി ഉപ്പുകല്ലും വാരും. പക്ഷേ എങ്കിൽ ഈ കടുക് ഇങ്ങനെ 3 കുത്തല്ലേ, കടുകിന്റെ പാത്രത്തിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കൈ വാരി ഈ ഐറ്റത്തിൻ്റെ അകത്തോട്ട് ഇത് 3ഉം കൂടെ ഒന്നിച്ചിട്ടിട്ട് അച്ഛൻ ഇതിൻ്റെ അകത്ത് വല്ല കോയിനോ നാണയോ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാറില്ല. എന്നുവെച്ചിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ അച്ഛൻ തന്നെ കെട്ടി കറക്റ്റ് ചെയ്ത് കൊടുത്തുവിടുക. എന്നിട്ട് ഇവരോട് പറയും, നിങ്ങളുടെ നേരെ ഫ്രണ്ട് വാതിൽ, നിങ്ങളുടെ നടവാതിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മെയിൻ ഡോറ്, ആ ഡോറിന്റെ നേരെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിട്ട്, അതായത് നമുക്ക് എപ്പോഴും ഡോറ് വരുന്നത് കിഴക്ക് സൈഡാണ്. അപ്പോൾ ആ സൈഡിൽ ഇത് കെട്ടിയിട്ടേച്ചിട്ട് പോകും. ഇത് അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദോഷങ്ങൾ മുഴുവൻ പോകാനായിട്ടുള്ളത് കാര്യമാണ്. ഈ ഉപ്പുകല്ല് 21 ദിവസം കൊണ്ട് ഇത് അലുത്ത് വെള്ളമായിട്ട് ഇറ്റിറ്റിറ്റ് താഴെ പോകണം അല്ലേ? ഈ ഉപ്പുകല്ല് 21 ദിവസം കൊണ്ട് അലുത്ത് ഇറ്റിറ്റിറ്റ് താഴെ പോകണം. 22ാമത്തെ ദിവസമാണ് ഇത് അഴിച്ചിട്ട് ആരും ചവിട്ടാത്തടത്ത്, അതായത് തുളസിത്തറയൊക്കെ അന്നൊക്കെ എല്ലാവരും കട്ട വെച്ച് കെട്ടി തുളസിത്തറയുണ്ട്. ഇത് തുളസിത്തറയിലാണ് അന്നൊക്കെ കമത്തിക്കളയുന്നല്ലേ, തുളസിത്തറയെ കളയുക. ഇന്നിപ്പം തുളസിത്തറയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയണം. അല്ലാതെ നിങ്ങൾ തെങ്ങിൻ ചോട്ടിലോ, നേരത്തെ ഞാൻ പല കാര്യം പറയും നിങ്ങൾ ചവിട്ടാത്തടത്ത് തെങ്ങിൻ ചോട്ടിലോ കാര്യമൊക്കെ ഇടാം. പക്ഷെ ഇതൊന്നെങ്കിൽ തുളസിത്തറയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിൽ 22ന്റെ അന്ന് തന്നെ നിങ്ങൾ കൊണ്ട് കളയണം. ഇതാരെന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഉപ്പുകല്ല് ഉരുകി ഇറങ്ങി പോകുന്ന ഒപ്പം തന്നെ ഇത് പൊക്കോളും. അതിന് ഒരു മാറ്റവും അച്ഛൻ അറ്റ കൈ പ്രയോഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇത് ആർക്കും ദോഷമില്ല. നമ്മുടെ കുടുംബത്തെ ദോഷം അതോടെ ഇറങ്ങിപ്പോലമേ. ഇതെല്ലാവരും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇത് അമ്മ എപ്പോഴും എന്നോട് പറയും, ഇത് നീ ഒന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക്, ഇത് ആർക്കെങ്കിലും എല്ലാം ഉപകാരപ്പെടട്ടെ. ഇത് നമുക്ക് ഒരു ദോഷമില്ല, ആർക്കും ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല ഈ പറഞ്ഞു തന്നത്. അപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഞാനിത് ആർക്കും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇഷ്ടം പോലെ യൂട്യൂബർമാരുണ്ട്, നിങ്ങൾ എടുത്ത് ചെയ്യുമ്പം ഇത് കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതെന്താന്ന് ചോദിച്ചാൽ, ഇത് അച്ഛനെ കണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ 2ഓ 3ഓ പ്രാവശ്യം ചെറിയ ടിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നടക്കാത്തവർ നിങ്ങൾ വീണ്ടും അച്ഛനെ കാണാൻ പോകുമ്പോൾ 3 ദിവസത്തെ നോയമ്പ്, ഇറച്ചി, മീന്, മുട്ട, അതായത് ശരീരം നോയമ്പ് 3 ദിവസത്തെ നോയമ്പിന് ശേഷമേ ചെല്ലാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇത് പറഞ്ഞു വിടും. നിങ്ങൾ 2 പ്രാവശ്യം ചെയ്തിട്ട് വലിച്ച് നിങ്ങൾ വരുമ്പോൾ നോയമ്പ് നോക്കി വേണം ചെയ്തിട്ട് ഇത് കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടി വെച്ചേക്കണം. ഇത് കുടുംബനാഥൻ ആരാണോ, അതായത് മെയിൻ ആൾ, കുടുംബത്തിലെ മെയിൻ ആളായിരിക്കണം ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ആരെയും കാണാൻ പോണ്ട. കുടുംബനാഥൻ 3 ദിവസത്തെ നോയമ്പ് എടുത്തിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ചെയ്ത് കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞ് 22ാം ദിവസം ഇത് മാറ്റുന്നിടം വരെ നിങ്ങളിത് നോയമ്പിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഏറ്റവും ഗുണകരമായ കാര്യവും നിങ്ങൾ ഓർക്കുന്ന ഫലം കിട്ടാനായിട്ടും. 21 ദിവസം നോയമ്പെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഇത്രയും ദിവസം ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവരല്ലേ. അപ്പോൾ ഒരു 21 ദിവസം നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നോയമ്പെടുക്കാൻ പറ്റുന്നവർ
ആർക്കാണോ നിങ്ങൾ ആ കുടുംബത്തുള്ളവർ ചെയ്യുക. മെയിനായിട്ടും ആ കുടുംബത്തിലെ നാഥൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മദ്യപിക്കാനും പാടില്ല കേട്ടോ. മദ്യപിക്കാനോ അനാവശ്യങ്ങൾ വായിക്ക് വരുന്നത് പറയാനോ ഒന്നും പാടില്ല. നിങ്ങൾ ഇത് കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പിന്നെ ഒന്നും മറ്റുള്ളവർ കെട്ടിത്തൂക്കി ഇടുന്നവർ മാത്രമേ ഇതേ തൊടാവുള്ളൂ, അഴിക്കാവുള്ളൂ, കൊണ്ടുപോയി കളയുള്ളൂ. അല്ലാതെ വരുന്നവരും പോകുന്നവരും ഒക്കെ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തല്ലാനോ കൊട്ടാനോ ഒന്നും നിൽക്കരുത്. അത്രയ്ക്ക് എഫക്റ്റുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കാണ് ആവശ്യക്കാര്. അപ്പം ഈ 21 ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ചെയ്തേച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റമല്ല, മാറിയിരിക്കും കാര്യങ്ങൾ എന്തായാലും. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്താതെ നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയല്ലേ. നിങ്ങളിത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നല്ല, വെള്ളിയാഴ്ച തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ എന്ന് തൊട്ട് നോയമ്പെടുക്കാൻ തുടങ്ങണം? ബുധൻ, വ്യാഴം, വെള്ളി, ഈ 3 ദിവസം ബുധനാഴ്ച തൊട്ട് നോയമ്പെടുക്കാൻ തുടങ്ങുക. അപ്പം ഇന്ന് ബുധനാണെങ്കിൽ പോലും ഇന്നിപ്പോൾ സമയം ഇത്രയേ ആയില്ലേ. അപ്പം നിങ്ങൾ വരുന്ന ബുധനാഴ്ച തൊട്ട് നോയമ്പെടുത്തോളുക. ഇത് ചെയ്യാൻ ശ്രമിക്കുക. എന്നും കുളിക്കണം. അപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചാണോ ഈ കാര്യങ്ങൾ നിൽക്കുന്നത് അത് മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചോളുക. അത്രയും മാത്രമല്ലേ ഉള്ള അമ്മച്ചി പറഞ്ഞു കൊടുക്കാനായിട്ട്. കറക്റ്റായില്ലേ പറഞ്ഞത്? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.